ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ അതേടെ നമ്മുടെ ഉമാമഹേശ്വര പൂജയിൽ പങ്കെടുക്കാനായിട്ട് ഗൗരി എത്തിയിരിക്കുകയാണ്. ശിവനെയും പാർവതിയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ നിൽക്കുക എന്ന് ഇങ്ങനെ അവിടുത്തെ കർമ്മി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഗൗരി ഇങ്ങനെ തനിച്ച് നിൽക്കുകയാണ്. അല്ല, ഇത് എല്ലാവരും കപ്പിൾസായിട്ടാണ് വന്നിരിക്കുന്നത്, കുട്ടി മാത്രം എന്താ തനിയെ, ഭർത്താവ് എവിടെ എന്ന് ഗൗരിയോട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗൗരി ആകെ ഒന്ന് വെപ്രാള പിടിച്ചു കേട്ടോ. ഭാര്യയും ഭർത്താവോട് ഒരുമിച്ച് വേണ്ടിയിട്ടാണ് നമ്മുടെ ഉമാമഹേശ്വര പൂജ ചെയ്യേണ്ടത്, ഇപ്പം എത്തും എന്ന് പറഞ്ഞു ഗൗരി. അപ്പം വേണ്ട എല്ലാം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗൗരി ഇങ്ങനെ ശങ്കർ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ പാവം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യാനാ, പക്ഷേ എങ്കിൽ ആ ശങ്കറിനെ ഇങ്ങനെ നോക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇതേണ്ട നമ്മുടെ അവിടുത്തെ പൂജാരി എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് ചെയ്യുകയാണ്. ഈ സമയം നമ്മുടെ ശങ്കർ എത്തി. പക്ഷേ എങ്കിൽ ആ ശങ്കർ ഗൗരിയുടെ കണ്ണിൽ പെടാതെ അപ്പുറത്ത് മാറി നിന്ന് ഈ പൂജയുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗൗരി പല തവണ ശങ്കറിൻ്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും ശങ്കർ എടുക്കാൻ കൂട്ടാക്കിയതേ ഇല്ല, ഫോൺ കട്ടാക്കി വിടുകയാണ് കേട്ടോ ചെയ്തത്. ഇതെന്താ ശങ്കർ ഫോൺ എടുക്കാത്തത്, ശങ്കറിന് എന്താ പറ്റിയത്? അപ്പോൾ അതേടെ പൂജാരി പൂജ തുടങ്ങാൻ സമയമായി, ഈ പൂജ തുടങ്ങാൻ സമയമായല്ലോ, ശങ്കർ വരില്ലേ? വരും, തീർച്ചയായിട്ടും വരും, ഉറപ്പായിട്ട് ശങ്കർ വരും, വരാതിരിക്കില്ല എന്നൊക്കെ ഗൗരി ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. മഹേശ്വര പൂജ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാട്ടോ, ശ്രദ്ധയോടെ കേട്ടോളുക. ഭർത്താവ് ആദ്യം ഈ കാണുന്ന പീഠത്തിലേക്ക് കയറി നിൽക്കണം. അതിനുശേഷം ഭാര്യയെ കൈപ്പിടിച്ച് നമ്മുടെ പീഠത്തിലേക്ക് കയറ്റണം. അതിനുശേഷം ചെയ്യേണ്ടത് നേരിയതിൻ്റെ അറ്റവും സാരിയുടെ, അതായത് സ്ത്രീ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ അറ്റവും ഭർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റവും ഒരുമിച്ച് കൂട്ടിക്കെട്ടണം. എന്നിട്ട് ഭഗവാനെയും ദേവിയെയും മനസ്സിരുത്തി പ്രാർത്ഥിക്കണം. അതിനുശേഷം നാം തരുന്ന ഈ ഭസ്മം പ്രസാദം പരസ്പരം തൊടിയിക്കുക. ആദ്യം ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും തൊടിയിക്കുക എന്ന് പറഞ്ഞു പൂജാരി എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഇരുവരും വ്യക്തമായിട്ട് മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. എന്നാൽ പിന്നെ ഓരോരുത്തരായിട്ട് ഈ പീഠത്തിലേക്ക് കയറി വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരായിട്ട് മാറി മാറി വരികയാണ്. അപ്പോൾ ഗൗരി ഇങ്ങനെ നോക്കുന്നുണ്ട് ശങ്കറിനെ. പക്ഷേങ്കിൽ ശങ്കർ എത്തുന്നതേ ഇല്ല കേട്ടോ. അപ്പോൾ ഗൗരിക്ക് ആകെ ടെൻഷനായി, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഗൗരി ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. പിന്നെ കാണും നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ് നമ്മുടെ ശേഖരൻ തക്കം ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഗൗരിയും ശങ്കറും ഒന്നുമില്ലാന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക് അപ്പോൾ തൻ്റെ പ്ലാനൊക്കെ നടപ്പാക്കണമല്ലോ. അപ്പോൾ നേരെ ചെന്നു മണിമുത്തശ്ശിയുടെ റൂമിൽ ചെന്ന് നോക്കിയപ്പം നമ്മുടെ മുത്തശ്ശി നല്ല ഉറക്കമാണ്. നമ്മുടെ മുത്തശ്ശി നല്ല ഉറക്കമാണല്ലോ. അപ്പോൾ കമലയോ, നോക്കാം, അവളുടെ ശല്യം കൂടി ഒഴിവാക്കിയാൽ ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം നടക്കും എന്ന് ശേഖരൻ ഇങ്ങനെ കണക്ക് കൂട്ടി മണിമുത്തശ്ശിയുടെ റൂമും അടച്ച് നേരെ പോവാണ്. ചെല്ലുമ്പം കമല റൂമിൽ കിടന്ന് കമലയെ ഉറക്കമാണ്. കൊള്ളാലോ, അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ്. അടിപൊളി, കൊള്ളാം. പൊന്നു മോളെ ആരതി, ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, ഇതോ അയ്യോ അതിശേഖരേട്ടനുള്ളതാടി എൻ്റെ പൊന്നോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ത്രില്ലടിച്ച് ഇവൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശേഖരൻ വേഗം തന്നെ റൂമിൻ്റെ താക്കോലെടുത്തു. എന്നിട്ട് കമലയെ റൂമിൽ വച്ചിട്ട് പൂട്ടുകയാണ് കേട്ടോ. അപ്പോൾ കമല ഒച്ച കേട്ടാലും പുറത്തിറങ്ങരുത് എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ശേഖരൻ റൂമിൻ്റെ താക്കോൽ വെച്ച് പൂട്ടി. അപ്പോൾ അതേണ്ട ആരതി അടുക്കളയിൽ ഇങ്ങനെ പടുതുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ശേഖരൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ആരതി മോളെ എന്ന് വിളിച്ചുകൊണ്ട് ചെന്നു. അപ്പോഴത്തേനും വേഗം തന്നെ ആരതിക്ക് ആകെ വെപ്രാളവും പരവേശമായിട്ടോ. അയ്യോ, ഇയാളെ കാണുമ്പോൾ തന്നെ ആരതിക്ക് പേടിയാണ്. അല്ല മോളെന്താ ഇങ്ങനെ നോക്കുന്നത്? എന്തിനാ മോൾ എന്നെ പേടിക്കുന്നത്? നമ്മുടെ ഈ ചാനലിൽ സിംഹത്തെ കാണുമ്പോൾ നമ്മുടെ പേടമാൻ പേടിക്കില്ലേ, അതുപോലാണല്ലോ നീ എന്നെ കാണുമ്പോൾ പേടിക്കണത്. പേടിക്കണ്ടെന്നേ, ധൈര്യമായിട്ടിരിക്കുക. ഈ ശേഖരേട്ടൻ മാങ്കുട്ടിയെ പിടിച്ച് തിന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ മണം പിടിക്കണം കേട്ടോ ശരിക്കും. ആഹാ, നല്ല അടിപൊളി മണമാണല്ലോ. മോൾ ഏത് സ്പ്രേയാണ് യൂസ് ചെയ്യണത് എന്ന് ചോദിച്ചു. നിങ്ങൾ എന്താ കാണിക്കുന്നത്, നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. ഇത് എന്തൊരു കഷ്ടമാണ് മോളെ, ഇത് എന്താ മോളെ ഇത്? ഈ ശേഖരേട്ടൻ എന്ത് ചെയ്താലും മോക്കത് കുറ്റാണല്ലോ. ദൈവം നിങ്ങളിങ്ങോട്ട് വന്ന് അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? ഇത് ശേഖരേട്ടൻ്റെ വീടല്ലേ. നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ കരഞ്ഞ് ബഹളം ഉണ്ടാക്കും. മോളെ,
നീ കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയാൽ അതിനിവിടെ ആര് കേൾക്കാനാ? ആരുമില്ല. നിന്റെ കരച്ചിൽ കേൾക്കാൻ ആരെങ്കിലും വേണ്ടേ? അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നിന്റെ ഗൗരി ചേച്ചിയാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയിരിക്കുകയല്ലേ, ശങ്കറും ഇവിടെയില്ല. പിന്നെ ഉള്ളത് ആ മുത്തശ്ശിയാണെങ്കിലേ കൂർക്കം വലിച്ചു കിടന്ന് നല്ല ഉറക്കത്തിലാ. ആ നശിച്ച കമലുണ്ടല്ലോ, അവളെ ഞാൻ റൂമിലിട്ടങ്ങ് പൂട്ടി. അപ്പോഴോ ഇനി മോള് പറ, മോള് കരഞ്ഞിട്ടോ ബഹളം വിളിച്ചിട്ടോ വല്ല കാര്യമുണ്ടോ? പറയേ, എന്താ എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പം ശേഖരൻ ഇങ്ങനെ അടുത്തടുത്ത് വന്നപ്പോഴത്തേനും ആകെ പേടിച്ച് പാവം അവിടെ ഇരുന്ന പാത്രങ്ങളെല്ലാം തട്ടിമറിച്ച് താഴെ ഇടുകയാണ് കേട്ടോ. അപ്പം ഈ ശബ്ദം കേട്ട് കമല വേഗം തന്നെ ചാടി എഴുന്നേറ്റു. എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്നോർത്ത്. അപ്പം കമല ചെന്ന് റൂം തുറക്കാൻ നോക്കിയപ്പോഴത്തേനും ഇതാരാ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? ആരാ അടച്ചിരിക്കുന്നത്? വാതിൽ തുറക്ക്, വാതിൽ തുറക്കാനാ പറഞ്ഞത്. ഇതാരോ അടച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് കമല ഇങ്ങനെ തട്ടുകയാണ്. അപ്പോഴത്തേനും കാര്യങ്ങളൊക്കെ നമ്മുടെ ആകെ ഒരു സമാധാനമായി നമ്മുടെ ആരതിക്ക്. അത്രയും നേരം വെപ്രാളായിരുന്നു കേട്ടോ പാവത്തിന്. അപ്പോൾ ആരതി ഇങ്ങനെ നോക്കുകയാണ്, ആരെങ്കിലും വാതിൽ തുറക്ക്. ഈ നാശം പിടിച്ചവൾ ഉണർന്നോ? എന്ത് ചെയ്യും? അപ്പം ശേഖരനെ തട്ടി മാറ്റിയിട്ട് ആരതി ഓടുകയാണ് കേട്ടോ. ആരതി മോളെ, നീ എവിടം വരെ ഓടാനാ? നീ രക്ഷപ്പെട്ടു എന്നാണോ നീ വിചാരിച്ചത്? എടി, അത് നടക്കില്ലടി. ഇന്ന് നീ എൻ്റേതായിരിക്കും, നോ ഡൗട്ട് കേട്ടോ. അതെ, അതല്ലാതെ ഞാൻ അടങ്ങില്ലടി എൻ്റെ പൊന്നു മോളെ എന്നൊക്കെ പറഞ്ഞ് ശേഖരൻ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് പൂജയിലാണ്. അപ്പം ശങ്കർ അവിടെ പോയി നിന്നെല്ലാം കണ്ടതല്ലാതെ അടുത്തേക്ക് ചെന്നതേ ഇല്ല കേട്ടോ. അപ്പം ശങ്കറിനെ വെയിറ്റ് ചെയ്ത് പാവം ഗൗരി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എന്താ ചെയ്യുക? അപ്പം പൂജയൊക്കെ കഴിഞ്ഞു. പൂജയ്ക്ക് പങ്കെടുക്കുന്നില്ലെങ്കിൽ കുട്ടി മാറി നിന്നോളൂ കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഇപ്പം എത്തും എന്ന് പറഞ്ഞു. കുട്ടി സമയം പോണു, അതുകൊണ്ടാ. എന്താ കുട്ടിയുടെ പേര് എന്ന് അവിടെ നിന്ന് തിരുമേനി ചോദിക്കുകയാണ്. എൻ്റെ പേര് ഗൗരി, ഗൗരി ശങ്കർ. ഭർത്താവ് എത്തിയില്ല അല്ലേ എന്ന് ചോദിച്ചു. ഇല്ല, എത്തിയില്ല തിരുമേനി. എത്തിയില്ല എന്ന് കരുതിയോ വൈകി എന്ന് കരുതിയോ ഒന്നും മോള് വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് പരിഹാരമുണ്ട്. അറിയാലോ, അയോധ്യയിൽ മഹായാഗം നടക്കുന്ന സമയത്ത് ശ്രീരാമനാണെങ്കിൽ ഭാര്യയെ ഉപേക്ഷിച്ചിരിക്കുന്ന സമയമായിരുന്നു, ഭാര്യ അടുത്തില്ലാത്ത സമയം. പക്ഷെ സീത ഉണ്ട് എന്ന് സങ്കല്പിച്ച് സീതയ്ക്ക് പകരം കാഞ്ചന സീതയെ പ്രതിഷ്ഠിച്ചു. അറിയില്ലേ കുട്ടിക്ക്? അങ്ങനെയല്ലേ ആ യാഗം നടത്തിയത്? അതുപോലെ തന്നെ ഭർത്താവ് അടുത്തുണ്ട് എന്ന് സങ്കല്പിച്ച് തന്നെ ഈ പറയുന്ന ക്രിയകളൊക്കെ മുളങ്ങ് ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്തോ. ഭർത്താവ് കുട്ടിയെ കൈ പിടിച്ചത് കയറ്റുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഈ പീഠത്തിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞു. പാവം ഗൗരി അതെല്ലാം സങ്കല്പിച്ച് ശങ്കർ കൂടെയുണ്ട്, ശങ്കർ ഭയങ്കര സന്തോഷത്തിലാണ് തന്നെ പിടിച്ച് കയറ്റിയത് എന്നൊക്കെ സങ്കല്പിച്ച്, അപ്പം എല്ലാം സങ്കല്പിച്ച് തന്നെ ഗൗരി അങ്ങനെ അങ്ങ് ഓരോ ക്രിയവും ചെയ്യുകയാണ് കേട്ടോ. അപ്പം ധൈര്യമായിട്ട് മോള് വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഒന്നിനും മോള് ദുഃഖിക്കണ്ട, എല്ലാം മഹേശ്വരിലേക്ക് അർപ്പിച്ചു കൊള്ളുക. ദീർഘസുമംഗലി ആയിരിക്കട്ടെ, മോള് സമാധാനമായിട്ട് വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് തിരുമേനി അനുഗ്രഹിച്ചു. അവസാന നിമിഷം വരെ ശങ്കർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ശങ്കർ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യണത്? വേണ്ടായിരുന്നു. അപ്പോൾ കണ്ണൊക്കെ തുടച്ചു, ആകെ സങ്കടം അയാൾക്ക് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ശങ്കർ അവിടുന്ന് സ്കൂട്ടായി. അപ്പോൾ നമ്മുടെ ആരതി വേഗം റൂമിൽ കയറി റൂമിൻ്റെ വാതിലടച്ചു കേട്ടോ. ഈ സമയം ശേഖരൻ വാതിക്കെ പോയി നിൽക്കുകയാണ്, ഒരു കാവൽ പട്ടിയെ പോലെ. ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളും കട്ടകെട്ടൊരു സ്വഭാവത്തിലാണ് നമ്മുടെ ശേഖരൻ്റെ നിൽപ്പ്. അപ്പോൾ ആരതി ആകെ പേടിച്ച് നിൽക്കുക കേട്ടോ. എൻ്റെ പൊന്നു മോളെ, നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു കേട്ടോ. നീ എന്തിനാ ഈ ശേഖരനെ ഇങ്ങനെ ഓടിക്കുന്നത്? മോൾ ഈ വാതിലൊന്ന് തുറന്നേ എന്ന് ചോദിച്ചു. മോളിങ്ങനെ വാതിലടിച്ച് കുറ്റിയിട്ടായിരുന്ന എങ്ങനെയാ ശരിയാണത്? ഒന്ന് തുറക്ക്. മോൾ എന്തിനാ ഈ ഏട്ടനെ പേടിക്കണത്? അതിൻ്റെ ആവശ്യം എന്താ? മോളോട് കുറച്ചോട് വർത്തമാനം പറയാൻ വേണ്ടി മാത്രമല്ലേ ഡോർ തുറക്കാൻ പറയണത്? അല്ല, ഞാനൊന്നും ചെയ്യില്ല. എനിക്ക് ആരതി മോളോട് കുറേ നേരം സംസാരിക്കണം, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇല്ല, ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വാതിൽ തുറക്കൂല. ദേ, മര്യാദയ്ക്ക് പോവാൻ നോക്ക്. ഓഹോ, അയ്യോ എൻ്റെ പൊന്നോ, മോളി ശേഖരേട്ടനെ ഭീഷണിപ്പെടുത്തുക. മോള് മര്യാദയ്ക്ക് ഈ വാതിലങ്ങ് തുറക്കാൻ നോക്ക്, അതാട്ടോ നല്ലത്. ഞാനൊന്നും ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെന്താ, മര്യാദയ്ക്ക് നീ വാതിൽ തുറക്ക, അല്ലെങ്കിൽ ഞാനിത് ഈ വാതിലങ്ങ് ചവിട്ടി പൊളിക്കൂട്ടോ. ഇല്ല, ഞാൻ വാതിൽ തുറക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ആരതി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെയാണ്, ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹം നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ ചത്താലും അത് നടക്കില്ല.
ആരതിമോക്ക് അത്രയ്ക്ക് വാശിയാണെങ്കിലേ ഈ ശേഖരേട്ടൻ അത് നടത്തി കാണിച്ചു തരാട്ടോ. അതുകൊണ്ട് ഞാൻ ഈ വാതിൽ പൊളിക്കാൻ പോവാട്ടോ എന്ന് പറഞ്ഞ് ശേഖരൻ വാതിൽ തള്ളാനും ചവിട്ടാനും അങ്ങ് തുടങ്ങിയിട്ടോ. ഇതോടെ കണ്ടപ്പോഴത്തേനും ആരതി ആകെ പേടിച്ച് വരണ്ട് പോയി. എൻ്റെ ഈശ്വര, ഞാനിപ്പോൾ എന്ത് ചെയ്യും? മോളെ, ഇത് തുറക്കാം. ഇതൊരൊറ്റ ചവിട്ടിന് ഈ ഡോറങ്ങ് തുറക്കും. എൻ്റെ ഈശ്വര, ഞാനിനിയിപ്പോൾ എന്ത് ചെയ്യും എന്നോർത്ത് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ശേഖരൻ ഒരു ചവിട്ട് ഇങ്ങനെ ചവിട്ടാനായിട്ട് ഇങ്ങനെ ഡോറിനടുത്തേക്ക് ചെന്നു കേട്ടോ. ഒരു ചവിട്ടി. അപ്പോഴാണ് നമ്മുടെ ശങ്കർ വന്നത്. മുത്തശ്ശി, നമ്മുടെ മണിമുത്തശ്ശി, ആഹാ ഇതെന്തൊരു ഉറക്ക മുത്തശ്ശി എന്നൊക്കെ ചോദിച്ചാണ് അവളോട്ടേക്ക് വരുന്നത്. അപ്പോഴേക്കും ശേഖരൻ തലയ്ക്ക് കൈ വെച്ചു. ഓ, നശിപ്പിച്ചു, നാശം. അപ്പോഴേക്കും ശങ്കരേട്ടൻ വന്നു എന്നോർത്ത് നമ്മുടെ ഭയങ്കര സന്തോഷമായിട്ടോ നമ്മുടെ ആരതിക്ക്. ഈ സമയത്ത് കമലയാണെങ്കിലോ, കമല വാതിൽ തുറക്കുക എന്ന് പറഞ്ഞ് അലറി വിളിക്കാം. ശങ്കർ ഓടി വന്ന് വാതിൽ തുറന്നു. കമലടത്തി, ഈ വാതിൽ ആരാ പൂട്ടിയത്? കമലടത്തി എന്താ മിണ്ടാണ്ടിരിക്കണത്? ഞാൻ കമലടത്തിയോടെ ചോദിക്കുന്നത്. അപ്പോൾ കമല ആകെ വെപ്രാളം പിടിക്കുക. അല്ല കമലടത്തി, ഇതാരാ പൂട്ടിയത്? ധൈര്യമായിട്ട് എന്നോട് പറ കമലടത്തി. ഏട്ടത്തി ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ, വെപ്രാളപ്പെടുകയും വേണ്ട കേട്ടോ. എന്തുട്ടാ സംഭവിച്ചതെന്ന് സമാധാനമായിട്ട് കൂളായിട്ട് ഏട്ടത്തി ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ശരിക്കും എന്തുട്ടാ സംഭവിച്ച ഏട്ടത്തി? ആരും മനഃപൂർവ്വം പൂട്ടിയൊന്നും ആയിരിക്കില്ല ശങ്കർ, ആരും അറിയാതെ പറ്റിപ്പോയതാ. അപ്പം വേഗം കമല പോകാൻ തുടങ്ങിയപ്പം ഏട്ടത്തി, കമലയെടുത്തി എങ്ങനെ വെകിളി പിടിക്കണത്? തിരക്കൊന്നും കാണിക്കല്ലേ, സൂക്ഷിക്കുക, പതുക്കെ പോ എന്ന് പറഞ്ഞു. അപ്പം കമല വേഗം വെപ്രാളം പിടിച്ചാ പോണത്. അപ്പം ഇത് കണ്ടപ്പോൾ ശങ്കറിനൊരു സംശയം. കമലയെടുത്ത് ഇത്രയും ടെൻഷനായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. വയറ്റിലുള്ള സ്വന്തം കുഞ്ഞിനെ പോലും മറന്ന് അങ്ങോട്ടാണ് ഈ ഓടണത്. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഏട്ടത്തി അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തോ ഒരു കാര്യമായിട്ടുള്ള പ്രശ്നം തന്നെ ഉണ്ടല്ലോ. അപ്പം ശങ്കറിന് എന്തോ സംശയം. അപ്പം ശങ്കറും നേരെ താഴേക്ക് ഇറങ്ങി ചെല്ലണം. അപ്പോൾ കമല വെപ്രാളം പിടിച്ച് ആരതിയുടെ റൂമിലേക്കാണ് ഓടുന്നത്. അപ്പോൾ ഈ സമയത്ത് ഗൗരിയും വന്നു കേട്ടോ. കമലയിടത്തി എന്ന് വിളിച്ചു. അല്ല കമലയിടത്തി എങ്ങോട്ടേക്കാണ് ഈ ധൃതി പിടിച്ചോടുന്നത്? ഒരിടത്തേക്കും ഇല്ല എന്ന് പറഞ്ഞു വേഗം കമല. അപ്പം ഗൗരിയാണ് ചോദിക്കുകയാണ്, അല്ല ശങ്കർ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അവനിവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ആഹാ, ശങ്കർ ഇവിടെ ഉണ്ടോ? എന്നിട്ടാണോ പൂജയിൽ പങ്കെടുക്കാൻ വരാഞ്ഞത്? എന്നിട്ട് എന്താ അമ്പലത്തിൽ വരാതിരുന്നത്? അപ്പം ശങ്കർ ഇറങ്ങി വരികയാണ് കേട്ടോ. ഏട്ടത്തി എന്ന് വിളിച്ചാ വരുന്നത് കമലയോട്. എന്തുട്ടാ? എന്തോ ഒരു സീരിയസ് ആയ ഒരു കാര്യമുണ്ടല്ലോ. എന്താ കമലയിടത്തി, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഏട്ടത്തിയുടെ വെപ്രാളമൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെയൊന്നുമില്ല. ഈ സമയത്ത് ആരതി കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ് കേട്ടോ. ചേച്ചി എന്ന് വിളിച്ച്. എന്താ മോളെ, എന്തിനാ മോള് കരയണത്? എന്ത് പറ്റിയത്? വല്ലാണ്ട് പേടിച്ച പോലെ ഉണ്ടല്ലോ എന്ന് ശങ്കർ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആരതി ആകെ പേടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ശേഖരൻ പെട്ടു എന്ന് ഓർത്ത് ശേഖരൻ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ഞാനും ഒപ്പം വരാമെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞതല്ലേ, എന്നിട്ട് എന്തിനാ എന്നെ കൂടെ കൊണ്ടുപോകാതിരുന്നത്? മോളെ, അതിൻ്റെ കാരണം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മോളെ. പെങ്ങളുട്ടി, ഇങ്ങനെ കരയാണ്ട് എന്തുട്ടാ പ്രശ്നമെന്ന് വെച്ചാൽ നീ ധൈര്യമായിട്ട് എന്നോട് പറയുക എന്ന് പറഞ്ഞു. അപ്പോഴും മിണ്ടാതെ നിൽക്കുക കേട്ടോ. നിന്നോടല്ലേ ഞങ്ങൾ ഈ മാറി മാറി ചോദിക്കണത്, നീ കരയാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറയുക എന്ന് പറഞ്ഞു. അത് പിന്നെ ആരതി, നീ കരച്ചിലങ്ങ് നിർത്തിക്കേ, കരച്ചിൽ നിർത്താനാ പറഞ്ഞത് എന്ന് ശങ്കർ ഇങ്ങനെ കടുപ്പിച്ച് തന്നെ പറഞ്ഞു. അപ്പോൾ വേഗം ആരതി കരച്ചിൽ ഏങ്ങലടിക്കാം കേട്ടോ പേടിച്ചിട്ട്. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? എന്താ പ്രശ്നമെന്ന് വെച്ചാൽ മോള് ധൈര്യമായിട്ട് തുറന്നു പറയുക. എന്തൊട്ട് പ്രശ്നമാണെങ്കിലും നമുക്കത് ഡീൽ ചെയ്യാന്നേ, പരിഹാരം ഉണ്ടാക്കാം. മോളെ നീ പറയുക, എന്താ സംഭവിച്ചത്? എന്താണെങ്കിലും ഞങ്ങൾ കട്ടയ്ക്ക് നിൽക്കും, നീ ധൈര്യമായിട്ട് പറഞ്ഞോ, എന്താ മോളെ എന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ ശങ്കർ ഇങ്ങനെ കൺവിൻസ് ചെയ്ത് ഇങ്ങനെ ചോദിക്കുകയാണ്. എത്ര പറഞ്ഞിട്ടും ശങ്കർ വേണ്ട ശങ്കർ, അവൾ പറയും, അവളെ വഴക്ക് പറയണ്ട, എന്താ ഉണ്ടായതെന്ന് അവൾ തന്നെ തുറന്നു പറയും എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണ് കേട്ടോ. അത് ചേച്ചി അത് എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ കമലയ്ക്ക് പെട്ടെന്ന് തലചുറ്റിലുണ്ടാകുകയാണ് കേട്ടോ. അയ്യോ കമലയെടുത്തി എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ നീ വേഗം വെള്ളം എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി വേഗം വെള്ളം എടുക്കുകയാണ്. ശേഖരൻ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അയ്യോ എന്താടാ, എന്ത് പറ്റിയടാ? അറിയില്ല, പെട്ടെന്ന് തല ചുറ്റി. ഡി കമലെ നീ നോക്കിയേ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ശേഖരൻ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ആരതിനെ. അപ്പോൾ വേഗം ഗൗരി വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് കമലയുടെ മുഖത്ത് തളിക്കുകയാണ് കേട്ടോ. അപ്പോൾ കമല വേഗം തന്നെ റിക്കവറായി പെട്ടെന്ന് ആ ഒരു ഷോക്കിലുണ്ടായതാണ്. ഇടത്തിൽ നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു ഗൗരി.
വേണ്ട, ഹോസ്പിറ്റലിൽ പോകണ്ട, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. തീരെ വയ്യാലോ? സാരമില്ല ശങ്കർ, ഈ സമയത്ത് തലചുറ്റിലൊക്കെ ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഇപ്പം മാറി, കുഴപ്പമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് ഉറപ്പാണോ? വേണ്ട ഗൗരി എന്ന് പറഞ്ഞു. ആരതി, ഏട്ടത്തിക്ക് ഒരു കുഴപ്പമില്ല, നീ മോള് പറഞ്ഞേ എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചത്? അപ്പം വീണ്ടും ചോദിക്കുകയാണ് ഗൗരി. അപ്പം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ശേഖരൻ ഉടനെ, അതിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ, ഇത്രയും വലിയൊരു വീട്ടിൽ ഇവൾ ആദ്യമായിട്ടല്ലേ ഒറ്റയ്ക്ക് നിൽക്കുന്നത്, മോള് പേടിച്ചിട്ടുണ്ടാവും അല്ലേ മോളെ എന്ന് ചോദിച്ചു. എന്നിട്ട് ശേഖരന് അടുത്തേക്ക് ചെന്ന് തലയിലൊക്കെ ഒരു തലോടലൊക്കെ കൊടുത്തു കേട്ടോ. ഞങ്ങളൊക്കെ ഇല്ലേ, അതിനെന്തിനാ മോള് പേടിക്കണത്? അപ്പോൾ ആരതി ആകെ അസ്വസ്ഥയായിട്ട് കാണുകയാണ് കേട്ടോ. അപ്പോൾ ശേഖരൻ്റെ ഈ തലോടൽ തന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ് ആരതിനെ. ഇത് കണ്ടപ്പോൾ തന്നെ ശങ്കറിന് എന്തോ ഒരു കത്തി കേട്ടോ. അപ്പോൾ കമലയ്ക്ക് കാര്യം നേരത്തെ മനസ്സിലായി. ഗൗരിയും എന്തോ ഒരു സംശയത്തിൽ, ആരെങ്കിലും മോളോട് മോശമായിട്ട് പെരുമാറിയോ എന്ന് ചോദിച്ചു ഗൗരി. അപ്പം ശങ്കറും അതുപോലെ തന്നെ കമലയും എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. ചോദിച്ചത് കേട്ടില്ലേ, നിന്നോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ ഇനി നമ്മുടെ ശേഖറിനെ ഒന്ന് മര്യാദ തന്നെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ശങ്കർ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.